see your mind, lost inside of your pride. I wish you'd hear me say, the distance between us finds us falling apart. I swear I'll find you again, the same as I was. I'm falling right back into your arms, losing myself in you. All my mistakes are crawling right back into my mind. Colors of life, they wither away. Re ga re ga ma ga re sa re ga re ga re. Re ga ma ga re sa re ga re. I see those tears in your eyes. I feel so helpless inside. Oh love, there's no need to hide. Just let me love you when your heart is tired. Cold hands, red eyes, packed your bags at midnight. They've been there for weeks. You don't know what goodbye means. Just roll up a cigarette, just forget about this mess. I'm waiting on the sidelines, from the sidelines.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടപ്പാടുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധകരായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നഷ്ടത്തിലും തിരുക്കുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും പ്രതിജ്ഞ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും ഇളക്കുകയില്ല. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് സദാവറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, കരുണയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ കണ്ണുകളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ഫേസ്ബുക്ക് എഴുതിയ ലേഖനം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മാതൃപൂർണയായി തനിക്കുന്നതിനെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
In Christ alone will I glory, though I could pride myself in battles won. For I've been blessed beyond measure, and by His strength alone I overcome. Oh, I could stop and count successes like diamonds in my hands, but those trophies could not equal to the grace by which I stand. In Christ alone I place my trust and find my glory in the power of the cross. In every victory, let it be said of me, my source of strength, my source of hope is Christ alone. In Christ alone will I glory, for only by His grace I am redeemed, and only His tender mercy could reach beyond my weakness to my need. And now I seek no greater honor. You were the one that I found, solo banda solitario. Why didn't you tell me enough? Solo banda solitario. I ponder in closure, remember the world that is out there for me to find. Let me go passing by, let me go come back in time. Let me be who I am, all through this time. Let me go passing by, let me go come back in time. Walk in the dark, barefoot in the night. Walking down the way that I found, இந்த உலகம் நான் சுத்த வேண்டும், faces with smiles all around, இந்த வானம் நான் பார்க்க வேண்டும். I'll run free into the sea, world and me. Don't even know what I will find. Let me go passing by, let me go come back in time. Let me be who I am, all through this time. Let me go passing by, let me go come back in time. Walk in the dark, barefoot in the night.
മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ധനമണിയുന്നതിനും നിരന്തരങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻവിപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. Thank you.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊണ്ടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കലും എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കുടുംബജീവിതം വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. ഒരിക്കലും ഒരു ചിത്രകാരൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന ആഗ്രഹത്തോടെ അതെന്താണ് എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. അവൻ അന്വേഷിച്ച് യാത്ര തിരിച്ച് ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് മുല കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ആ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അമ്മയുടെ മറുപടി അത് സ്നേഹമാണ് എന്നായിരുന്നു. സ്നേഹത്തെ എങ്ങനെയാണ് തന്റെ ക്യാൻവാസിൽ പകർത്താനായിട്ട് സാധിക്കുക? അയാൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനെ കണ്ടുമുട്ടുകയാണ്. തന്റെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരനോട് അദ്ദേഹം ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? പട്ടാളക്കാരന്റെ മറുപടി സമാധാനം എന്നായിരുന്നു. സമാധാനത്തെ എങ്ങനെയാണ് തന്റെ ക്യാൻവാസിൽ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുക, വരച്ചു വയ്ക്കാനായിട്ട് സാധിക്കുക? വീണ്ടും അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. അദ്ദേഹം ഒരു പുരോഹിതനെ കണ്ടുകൊള്ളുകയാണ്. പുരോഹിതനോട് അദ്ദേഹം ഈ ചോദ്യം തന്നെ ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? പുരോഹിതന്റെ മറുപടി പ്രകാരമായിരുന്നു അത് സന്തോഷം. സന്തോഷത്തെ എങ്ങനെയാണ് തന്റെ ക്യാൻവാസിൽ വരച്ചു വയ്ക്കാനായിട്ട് സാധിക്കുക? നടന്ന് സായാഹ്നത്തിൽ അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ക്ഷീണിതനായിട്ട് ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ആഹാരം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളോടി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. എന്തു തന്നെയായാലും പിറ്റേന്ന് പ്രഭാതത്തില് അദ്ദേഹം മനോഹരമായ ഒരു ചിത്രം വരച്ചു. അത് ഒരു കുടുംബത്തിന്റെ ചിത്രമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് തരാനുള്ള ആ ആശംസയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കുടുംബജീവിതം അത് മുന്നോട്ട് പോകുമ്പോൾ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരമാണ് ജീവിതം എന്ന് പറയുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം മനോഹരമാകാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ 7
പരസ്പരം തുറവയുള്ളവരായിട്ട് ഒന്നും മറച്ചു വയ്ക്കാതെ ഒളിച്ചു വയ്ക്കാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും പരസ്പരം സ്വാതന്ത്ര്യത്തോടെ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം അത് മനോഹരമാണ്. ഒന്നും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നതും അത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തോടെ പരസ്പരം പങ്കുവച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് മനോഹരമായുള്ള അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ മനോഹരമായി വളർത്തി ഈ ഒരു കുടുംബജീവിതത്തിലേക്ക് സ്നേഹത്തോടെ അവരെ കൈപിടിച്ച് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം അത് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് സുരക്ഷിതത്വമാണ്. അരാജകത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ കോവിഡിന്റെയും അതുപോലെ തന്നെ പ്രളയത്തിന്റെയും ഒക്കെ അരക്ഷിതാവസ്ഥകൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ കടന്നു വന്നിട്ട് വീണ്ടും പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ ഓരോ നാളുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സുരക്ഷിതത്വം, നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം കൈമാറാനായി തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം അത് മനോഹരമാകുകയുള്ളൂ. അച്ചൂസിന്റെ ജീവിതത്തിലേക്ക് 5 കടന്നു വരുമ്പോൾ ഇനി എന്ത് ഒരു ചോദ്യം ഉണ്ടാകാനായിട്ട് വരരുത്. അല്ലെങ്കിൽ അച്ചൂസിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടവരുത്. പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അത് മനോഹരമായിട്ട് മാറും. മൂന്നാമതായിട്ട് സാമീപ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് പരസ്പരം ഒന്നിച്ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ലാത്ത ഒരു ലോകത്തില് നിങ്ങളുടെ ജീവിതത്തില് ഈ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കും. നമ്മുടെ സാമീപ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് അത് മൊബൈലാണ്. കൂടെയുള്ളവർ തമ്മിൽ സംസാരിക്കാതെ അകലങ്ങളിൽ ഇരിക്കുന്നവർ തമ്മിൽ സൗഹൃദം പുതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, ടെൻഷൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് ഒന്നിച്ചിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്നേഹത്തോടെ, ഇണക്കത്തോടെ, പിണക്കത്തോടെ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം അത് മനോഹരമായിരിക്കും. ഒരിക്കലും തകരാത്ത ഒന്നായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം മാറ്റപ്പെടും. മറ്റൊന്ന് സംതൃപ്തിയാണ്. സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം പരസ്പരം ഒന്നാകണമെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് മറ്റൊരാൾ ആവശ്യമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. എന്റെ ജീവിത പങ്കാളി എന്റെ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അല്ലെങ്കിൽ അവരുടെ കുറവുകളെ, പോരായ്മകളെ ചേർത്ത് വയ്ക്കാനായിട്ട്, അത് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകും, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വസ്തുത. വിവാഹ ജീവിതത്തിലൂടെ നിങ്ങളുടെ സമർപ്പണം നിങ്ങൾ പരസ്പരം 2 വ്യക്തികൾ തമ്മിലാണ് സമർപ്പിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ 2 വ്യക്തികൾ തമ്മിലാണ് സമർപ്പിക്കുന്നത്. അത് വളരെ ശ്രേഷ്ഠമാണ്. ആ സമർപ്പണം ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന ആ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ നീണ്ടു നിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. തിരുക്കുടുംബത്തിന് നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധമായ പതിവുകൾ സൂക്ഷിച്ച കുടുംബമാണ് തിരുക്കുടുംബം. വചനത്തിൽ വായിക്കുന്നത് പതിവ് പോലെ അവർ ദേവാലയത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന് പലപ്പോഴും നഷ്ടമാകുന്നത് ഇപ്രകാരമുള്ള വിശുദ്ധമായിട്ടുള്ള പതിവുകൾ, കുടുംബ പ്രാർത്ഥനകള്, വിശുദ്ധമായ അർപ്പണങ്ങള്, വിശുദ്ധ കൂദാശകളുടെ സ്വീകരണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അന്യം നിൽക്കുമ്പോൾ തീർച്ചയായും കുടുംബജീവിതത്തിന് പരാജയങ്ങൾ കടന്നു വരും. ദൈവം അന്യമാകുമ്പോൾ തിന്മ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഒന്നിച്ച് ആരംഭിക്കുന്ന ഈ ജീവിതം പ്രാർത്ഥനയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ
തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതം അത് അനുഗ്രഹമായിട്ട് മാറും. മൂന്നാമതായിട്ട് ലൈംഗികമായിട്ടുള്ള സമർപ്പണം. ശരീരത്തിന്റെ പ്രകടനങ്ങളല്ല ലൈംഗികത എന്ന് പറയുന്നത്, അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. സ്നേഹത്തിന്റെ വല്ലരിയിൽ പൂക്കുന്ന മുട്ടുകളല്ലോ പുഷ്പങ്ങളല്ലോ കുഞ്ഞുങ്ങൾ എന്ന് കവി പാടി വെച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആത്മീയമായും സാമ്പത്തികമായും അതുപോലെ തന്നെ ലൈംഗികമായിട്ടും നിങ്ങളുടെ സമർപ്പണം മനോഹരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അത് ദൈവാനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോകും. ആറാമതായിട്ട് സമാധാനം. നമ്മുടെ ജീവിതത്തില് കുടുംബജീവിതത്തില് സമാധാനത്തെ കെടുത്തുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെക്കാനായിട്ട് ഇന്ന് നിങ്ങൾ തീരുമാനങ്ങൾ. ലഹരിയായിരിക്കാം, മദ്യമായിരിക്കാം, കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കാം, കുടുംബജീവിതത്തിന്റെ സമാധാനത്തെ കെടുത്തുന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുമ്പോൾ കുടുംബജീവിതം അത് മനോഹരമായിട്ട് പോകും. തിരുത്തലുകൾ അത് സ്നേഹത്തോടെയാകും. കുറ്റപ്പെടുത്തലുകളെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തോടെയുള്ള പരസ്പരമുള്ള തിരുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സമാധാനപൂർവമായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവസാനമായിട്ട് അത് സ്നേഹമാണ്, പരസ്പരമുള്ള സ്നേഹമാണ്. വിശുദ്ധ യോസേഫ് പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധര് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: പൂജ്യമായ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ പോലെ വിശുദ്ധ യോസേഫ് പിതാവ് മാതാവിനെ സ്നേഹിച്ചു. പൂജ്യമായ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ പോലെ വിശുദ്ധ യോസേഫ് പിതാവ് മാതാവിനെ സ്നേഹിച്ചു. അത്ര ബഹുമാനത്തോടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ എത്ര കുറവുകളുണ്ടെങ്കിലും എത്ര പോരായ്മകളുണ്ടെങ്കിലും സംതൃപ്തമായ മനോഹരമായ ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പുതിയ കുടുംബത്തിലേക്ക്, ശ്രേഷ്ഠമായ കുടുംബത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അത് അനുഗ്രഹപ്രദമാകാനായിട്ട് ഈ വിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് സ്നേഹത്താൽ നിറയുന്നതാകാനായി നിങ്ങൾ ധരിക്കുന്ന ആ താലിയിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് കുരിശിന്റെ രൂപമാണ്. സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. സ്നേഹത്തിന്റെ പൂർണ്ണതയെയാണ് ഇവിടെ ഈ വിവാഹത്തിലൂടെ ധരിക്കാനായിട്ട് പോകുന്നത്. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ബന്ധിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ആ സ്നേഹം ഉണ്ടാകാനായിട്ട് ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് തീരുക. ഒന്നും രണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ബഷീർ പറയുന്നത് പോലെ ഒന്നും എമ്മിടി വലിയ ഒന്ന് എന്ന് പറയുന്നത് പോലെ ഒന്നായി തീരുകയാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ. എല്ലാ തരത്തിലും ഒന്നായി തീരുകയാണ്. രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങൾ ഒന്നായിട്ട് തീരുകയാണ്. ആ ഒന്ന് അത് ഒരിക്കലും തകരാതിരിക്കാനായിട്ട് ഈ അൾത്താരയോട് നിങ്ങളുടെ ജീവിതത്തെ എന്നും ചേർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജപമാല മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ ജപമാലയെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക. അമ്മ കാനായിൽ ആ വിവാഹത്തിലെ ആ പ്രതിസന്ധിയിൽ അമ്മ സഹായിച്ചതുപോലെ നിങ്ങളുടെ ഈ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടായിരുന്നു. അവസാനമായിട്ട് തോബിയാസിന്റെ പുസ്തകത്തില് തോബിയാസിന് സാറായെ വധുവായിട്ട് കൊടുക്കുന്ന അവസരത്തില് രഘുവേലും യത്നയും അവരോട് ഇപ്രകാരം പറയുന്നത്. രഘുവേല് തോബിയാസിനോട് ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ മകളെ ഞാൻ നിനക്ക് ഭാര്യയായിട്ട് നൽകുകയാണ്. അവളെ കുറിച്ച് എന്നും നല്ലത് മാത്രം കേൾക്കാനായിട്ട് ഇടവരട്ടെ. ഒരിക്കലും നീ അവളെ വേദനിപ്പിക്കില്ല. സാറായോട് എന്തിനാ പറയുകയാണ്? നിന്റെ ഇനി തോബിയാസിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. നീ അവളെ ബഹുമാനിക്കണം. അവരായിരിക്കും നിന്റെ മാതാപിതാക്കൾ. അവരെ നിന്നെക്കുറിച്ച് എന്നും നല്ലത് കേൾക്കുവാനായിട്ട് ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നായി ദൈവനാമത്തിൽ ഒന്നാകുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പ്രതിജ്ഞ അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരി, ബന്ധുവന്മാർ വിവാഹ കൂദാശ വഴി ബന്ധുവിനാൻ പോകുന്നു. ഈ കൂദാശ യോഗയുടെ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും കൂടി ശ്രദ്ധയോടെ മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോസമ്മയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റോസമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബെനഡിക്റ്റിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർക്കുന്നു. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ അവതരിപ്പിക്കുന്നതിനായി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രങ്ങളോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം.
സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ കലവച്ച് ആശ്രമം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. വേർതിരിക്കപ്പെട്ട എൻ്റെ വാത്സല്യ മക്കൾ അച്ചൂസും അഞ്ചുവും അവരുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ചാർച്ചക്കാർ, സ്നേഹിതരെ, ക്ഷണിതാക്കൾ, കടന്നു വന്ന സ്നേഹമുള്ളവരെ, രണ്ടാമതൊരു പ്രസംഗം പറയുക എന്ന് പറയുന്നത് അനുചിതമാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വികാരിയച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ആധ്യാത്മികമായ കർമ്മം ഏറ്റെടുത്തത്. അച്ചൂസിന്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കുടുംബം തന്നെയാണ്. അച്ചൂസിന്റെ പിതാവിന്റെ പെങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് അച്ചൂസ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇടവകയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പേരൂര് അമ്മയുടെ ചേച്ചിയുമായുള്ള ബന്ധം ഈ കുടുംബത്തോടുള്ള വലിയൊരു ബന്ധമായി മാറ്റപ്പെടുകയും ഇരു സഭകളാണെങ്കിലും ഒരു സഭ പോലും ഞങ്ങൾ സ്നേഹവസന്തമായ രീതിയിലൂടെയാണ് ജീവിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ നിർബന്ധമായി ഒരുപാട് ജോലി ഉണ്ടായിരുന്നിട്ടും മറ്റൊരച്ഛനെ ഏൽപ്പിച്ച് ഞാനവിടെ കടന്നു വന്നത്. അച്ഛൻ്റെ എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കാനുള്ള എൻ്റെ കടമ ഞാൻ നിറവേറ്റുന്നു. പന്നി അച്ഛൻ്റെ വളരെ അർത്ഥസമൃദ്ധമായ നല്ലൊരു ഉപദേശവും പ്രസംഗവും അനുഗ്രഹവും കേട്ടിരിക്കെ ഇനിയും അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ നിങ്ങൾ ജീവിച്ചോളണം. പ്രേമം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ, അത് വെറും സ്നേഹമല്ല, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പ്രേമത്തോടു കൂടി ആയിരിക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാകട്ടെ, ആണും പെണ്ണ് സന്തതികളുണ്ടാകട്ടെ. മകനെ നിനക്ക് നന്മ വരാമെന്ന് ഈ ഭൂമിയിൽ ആയുസ്സോടെ ജീവിച്ചിരിക്കാനും അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചു വരണം രണ്ടുപേരും. ഇത് നിങ്ങൾ രണ്ടെല്ലാം ഒരു ശരീരമാണ്. ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു മനുഷ്യനാലും അത് വേർതിരിക്കപ്പെടുകയില്ലാതാണ്. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന എത്ര നന്മയും എത്ര സൗന്ദര്യമാണ്. അവിടെ ദൈവമാണെങ്കിലും ജീവൻ കൽപ്പിക്കും. നിങ്ങൾ സഹോദര പ്രീതിയിൽ ഉറച്ചു നിൽക്കണം. മനസ്സുകൊണ്ട് പോലും സഹോദരങ്ങളെ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്, തള്ളിപ്പറയരുത്. ഒന്നായിരിക്കണം, ശുഭമായിരിക്കണം. പരേതാത്മാക്കൾക്ക് ദൈവം നല്ല നിത്യശാന്തി കൊടുക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ പരസ്പരം ഒന്നായി തീർന്ന ഈ കുടുംബം എല്ലാ കാര്യങ്ങളിലും നല്ല ഐക്യബദ്ധത്തോടും കരുതലോടും കരുണയോടും കൂടി ഒന്നായിരിക്കാനിടയാകട്ടെ. ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്മ വരട്ടെ. എന്റെ വാത്സല്യ മകളെ, നീ കയറി ചെല്ലുന്ന കുടുംബം, നിന്റെ വലതുകാലം വെച്ച് നീ കയറി ചെല്ലുന്ന കുടുംബത്തിൽ നിത്യ ഐശ്വര്യം ഉണ്ടാകാൻ അവിടുത്തെ അമ്മയും അപ്പനെയും നിന്റെ അപ്പനും അമ്മയുമായി കരുതിക്കൊള്ളണം. ഇനി ആയുസ്സുണ്ട്. അതുകൊണ്ട് അപ്പനെ അമ്മയും ജന്മം തന്നവരെ മറക്കാനില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലുന്ന ഭവനം. അത് ഓർമ്മയിരിക്കട്ടെ. നന്മ അന്തരയ്ക്കുന്നു, കൃപയാക്കാക്കണം. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ദമ്പതിമാരുടെ മേലങ്ങയുടെ കാരുണ്യത്തിന്റെ വരം കൈവീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് താഴെവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിന് വരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ നയിക്കും.
കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആലയം എന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സർവശക്തനായ ദൈവം എപ്പോഴും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശയം നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ അവിടുന്ന് ഈ കൂദാശയിലൂടെ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടെ ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മഹോദയത്തിലേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Naive young mind, why do you cry? Did life not go the way you wanted? Puffy eyes, drowning in lies. Have you lost your balance? Are you falling? Starry-eyed, high as a kite. Is it so much bigger than you thought you could bite? Have you lost your mind? Chosen to be blind? Is the world not big enough to live your life? Do your fingers tremble as you get closer to the light? It doesn't matter, my friend. I hope you can smile when you look back on life and all of the light that holds you together. Memories of skies, of pretty brown eyes, and a bottle of whiskey that got you through the night. Oh, dreams in the night. Why won't you let your heart be your guide? I see your eyes, ready for a fight. Don't you confuse the wrong and the right. Do your fingers tremble as you get closer to the light? It doesn't matter, my friend. I hope you can smile when you look back alive and all of the light that holds you together. Memories of skies, of pretty brown eyes, and a bottle of whiskey that got you through the night. Oh,
പണമാകുന്നതാണ് അച്ഛൻ മധുരം പറഞ്ഞെ. അച്ഛനും അഞ്ചുവിനും മധുരം പറഞ്ഞെ. You are the sunrise waking my day. You are the moonlight shining my way. This is where I call home. You are the fire warming my night. With you I'll stay till the morning light. This is where I call home. This is where I call home. Your love is like no other. Your love is where I feel alive. My safety and my shelter. Your love is my home. You are the harbor set on my shore. You are the shelter from every storm. This is where I call home. When I'm lost at sea in waters unknown, you are the current pulling me close. This is where I call home. This is where I call home. Your love is like no other. Your love is where I feel alive. My safety and my shelter. Your love is my home. Your love has won me over. I'll always stay here by your side. My safety and my shelter. Your love is my home. In the sun or rain, in the joy or pain, you'll be my home, yeah. In the dark or light, through the hardest fight, you'll be my home, yeah. In the sun or rain, in the joy or pain, you'll be my home, yeah. In the dark or light, through the hardest fight, you'll be my home, yeah. You won't see it on the 6 o'clock news. It's not waiting in the mail addressed to you. It's getting harder and harder to see through the smoke. It's never been easier to overlook. It's getting harder and harder and harder to say these days. But when I see the smile run across your face in the
up another day. I believe, I believe. I woke up and my whole world changed. You're the kind of love that gives me faith. And I believe, I believe. You won't find it written in the sky. You can't buy a ticket to it tonight. It's getting harder and harder to see what's true, but it's never been easier when I'm with you. Yeah, it's harder and harder and harder to doubt these days. But when I see the smile run across your face and the sunrise lights up another day, I believe, I believe. I woke up and my whole world changed. You're the kind of love that gives me faith. And I believe, I believe. This love is like the ocean that's crashing over me. It's like falling rain on the driest plains, as far as eyes can see. And this love is like the trees that are looking down on top of me. This love is like no other. It's right where I wanna be. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you.
This love is like the church bells, as loud as they can ring, in the good man's face on his wedding day when he sees his bride to be. It's like a little girl holding her daddy's hand for everyone to see. Yeah, this love is like no other. It's taking over me. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you. And I don't ever want to. This love is like a mystery that's folding out in front of me. Yeah, this love is like no other. It's right where